ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ പ്രൊവിഷണൽ മൂന്നാമത്തെ സ്റ്റേജിലെ പ്രൊവിഷണൽ ആൻസർ കീ PSC പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതുപോലെ തന്നെ നമ്മളുടെ ആൻസർ കീയും ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പം നിങ്ങളിലേക്കൊന്ന് എത്തിക്കണമല്ലോ, അതിനുവേണ്ടിയാണ് നമ്മൾ പെട്ടെന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ക്വസ്റ്റ്യൻ ബാർകോഡ് A ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് A കോഡ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പോർച്ചുഗീസിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. ഇവിടെ നമ്മളുടെ ആൻസർ കീ വെച്ച് നമ്മളുടെ ഒരു ഇത് വെച്ച് നമ്മൾ അറിവ് വെച്ച് നോക്കിയപ്പോഴും നമ്മൾക്ക് ആൻസർ B ആണ് ആൻസറായിട്ട് നമുക്ക് വരുന്നത്. അതായത് 1510 തുടക്കത്തിൽ അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുത്തു. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ കീഴിൽ കൊച്ചി അതിവേഗം വിശാലവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു പട്ടണമായി വളർന്നു. അവരുടെ നല്ല കാലങ്ങളിലേക്ക് ഗോവയ്ക്ക് ശേഷമുള്ള മലബാർ തീരത്തെ ഏറ്റവും മികച്ചതും വലുതുമായ നഗരമായിരുന്നു. അതുപോലെ തന്നെ പോർച്ചുഗലിൻ്റെ രാജാവായ ഇമാനുവലിൻ്റെ പ്രചോദനത്താൽ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് ഒരു സമുദ്രപാത കണ്ടെത്താൻ ശ്രമിക്കുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ PSC ഏതാണ് ആൻസറായിട്ട് പറയുന്നത്? ഓപ്ഷൻ A ആണ് ആൻസറായിട്ട് പറയുന്നത്. 1, 2, 3 ശരിയായിട്ടുള്ളതാണെന്നാണ് PSC പറയുന്നത്. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ അത് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് ഏതാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് നമുക്ക് ശരിയായിട്ടുള്ളതാണ്. 1757 മാവേലിക്കര ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും കൊച്ചിയും സൗഹൃദ ബന്ധം സ്ഥാപിച്ചു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. വാതുക്കൽ എന്നാണ് സേനാ ആസ്ഥാനത്തിൽ നൽകിയിരിക്കുന്ന പേര്. അപ്പം PSCയുടെ ഓപ്ഷൻ അനുസരിച്ച് ക്വസ്റ്റ്യൻ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ളത് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ. PSCയുടെ ആൻസർ വെച്ച് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു, അല്ല നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന വസ്തുതകൾ ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത്? അത് ഓപ്ഷൻ B ആണ്. ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത് വരുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ശരിയായിട്ട് വരുന്നത്. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ, നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ഓപ്ഷൻ C ആണ് വരുന്നത്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 2ഉമാണ് ശരിയായിട്ടുള്ള വരുന്നത്. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ C ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1, 2 ശരിയായിട്ടുള്ളത്. അഞ്ചാമത്തെ നോക്കാം. അഞ്ചാമത്തെ, സാമൂഹ്യ സ്ഥാപനങ്ങളും പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഓപ്ഷൻ A ആണ് ആൻസറായിട്ട് വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1, 2, 3 എല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ആറാമത്തെ ചോദ്യം, മുഗൾ കലയും വാസ്തുവിദ്യയുമായി സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ B ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ B ആണ് ആൻസറായിട്ട് വരുന്നത് പ്രൊവിഷണൽ ആൻസർ കീ വെച്ച്. ഏഴാമത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ കണ്ടെത്തുമെന്നാണ്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് ഓപ്ഷൻ C ആണ് ആൻസറായിട്ട് വരുന്നത്. 1, 2, 3 ആണ്. അപ്പം ഇത് 3ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്നാണ് PSC പറയുന്നത്. അപ്പോൾ എട്ടാമത്തെ ചോദ്യം, UNOയുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ് വരുന്നത്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 2ഉം 3ഉം ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ B ആണ് വരുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകൾ പരിഗണിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ആൻസർ PSC വരുന്നത് ഓപ്ഷൻ D ആണ് വരുന്നത്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1, 2, 3 ശരിയായിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഡിലീഷൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യന്. കാരണം ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടല്ല വരുന്നത്. പത്താമത്തെ ചോദ്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഓപ്ഷൻ B ആണ് വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1, 2ഉമാണ് ശരിയായിട്ടുള്ളത് വരുന്നത്. 11ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ B ആണ് വരുന്നത്. നമ്മൾ പറഞ്ഞതാണ്. A3 അതായത് സ്ട്രാറ്റോസ്ഫിയർ മൊത്തം അന്തരീക്ഷ ഓസോണിൻ്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ B എക്സോസ്ഫിയർ ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ. അതുപോലെ തന്നെ ട്രോപ്പോസ്ഫിയർ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയ്ക്കുന്നു. അതുപോലെ തന്നെ അയണോസ്ഫിയർ എന്താണ്? അറോറ ബോറിയാലിസിസ്, അറോറ ഓസ്ട്രാലിസിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്നു. അതായത് അതിൻ്റെ ആൻസർ 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ B ആണ് വരുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ, ഇന്ത്യയുടെ ജലപാത 3 ഇവയ്ക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്നത്. എന്താണ്? കോട്ടപ്പുറം, കൊല്ലം. ഓപ്ഷൻ C ആണ് ആൻസറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 13ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ് വരുന്നത്. A2, B4, C1, D3 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
14ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ 1 ഉം 4 ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അതുപോലെ തന്നെ 15ാമത്തെ ചോദ്യം താഴെ പറയുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി സൈലൻറ്റ് വാലിയാണ്. 16ാമത്തെ ചോദ്യം ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതി പ്രധാന ആശയം താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ചയെ. 17ാമത്തെ ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ ആണ് 1 ഉം 2 ആണ് ശരിയായിട്ടുള്ളത്. RBI IMFൽ ഒരു അംഗമാണ്. അതുപോലെ തന്നെ RBI 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് 17ൻ്റെ ആൻസർ. 18ാമത്തെ ക്വസ്റ്റ്യൻ GSTക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്തുക എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി IGST ആണ്. അതുപോലെ തന്നെ 19ാമത്തെ ചോദ്യം ഫലപ്രദമായ റവന്യൂ കമ്മി ERD ഏതിന് തുല്യമാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാൻഡ് എയ്ഡ് ആണ്. അതുപോലെ തന്നെ 20ാമത്തെ ചോദ്യം 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദ ഇന്ത്യൻ എക്കണോമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതി തയ്യാറാക്കിയത്. ആൻസർ ഓപ്ഷൻ സി വി ആനന്ദ് നാഗേശനെ. അതുപോലെ തന്നെ 21ാം ചോദ്യം സർവീസ് ഡെലിവറി മേഖലയിലെ പ്രതീക്ഷകളും മാനദണ്ഡങ്ങളും വ്യക്തമാക്കി ക്രോഡീകരിക്കുന്ന പൗരന്മാരും സേവന വിതരണ ദാതാക്കളും തമ്മിലുള്ള പൊതുകരാറുകൾ പൊതു ഉടമ്പടി തിരിച്ചറിയുമെന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സിറ്റിസൺ ചാർട്ടറാണ്. അതുപോലെ തന്നെ 22ാമത്തെ ചോദ്യം NSSOയുടെ പൂർണ്ണരൂപം അതറിയാം. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ടുള്ളത്. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. 23ാമത്തെ ചോദ്യം കേരളത്തിലെ അട്ടപ്പാടി മണ്ണ് സംരക്ഷണ പദ്ധതിക്ക് സഹായം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് ജപ്പാൻ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി. അതുപോലെ തന്നെ NREGA സോഫ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി NREGA ആണ് വരുന്നത്. അടുത്തത് പെട്ടെന്ന് നോക്കാം. 25ാമത്തെ ചോദ്യം ഭരണത്തിലെ ഹ്യൂമൻ റിലേഷൻ തിയറിയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഹാത്രോൺ പ്ലാന്റ് ആണ്. അതുപോലെ 26ാമത്തെ ചോദ്യം സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ SEBCs അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 105ാം ഭരണഘടനാ ഭേദഗതിയാണ്. 27ാം ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ ആരാണെന്ന് അന്വേഷിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പ്രേം ബിഹാരി നരേൻ റൈസാദ. അപ്പോൾ 28ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 248 ഡാഷ് പ്രതിപാദിക്കുന്നത്. എന്താണ് 248 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കൺകറൻ്റ് ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിയമം നിർമ്മിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരം. അതുപോലെ തന്നെ 29ാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചത്. എൻ്റെ ആൻസർ ഓപ്ഷൻ എ ബീഹാർ ആണ് വരുന്നത്. നമ്മുടെ ആൻസർക്ക് നമ്മൾ കേരളമാണ് പറഞ്ഞത്, അത് തെറ്റായിരുന്നു. ബീഹാർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 30ാമത്തെ ചോദ്യം SR ബൊമ്മെ വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏത് ആർട്ടിക്കിളാണെന്ന് വെച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 352 ആണ്. അതുപോലെ തന്നെ 31ാമത്തെ ചോദ്യം കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥമാണ്. ഓപ്ഷൻ സി നാട്യകൽപ്പ ധ്രുവം. 32ാമത്തെ ചോദ്യം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ട് കേരളീയ ദൃശ്യകലകൾ ഏതൊക്കെയാണെന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി കൂടിയാട്ടവും മുടിയേറ്റും. 33ാമത്തെ ചോദ്യം ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തു നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ഗ്രീസ് ആണ്. 34ാമത്തെ ചോദ്യം ഡേവിഡ്സ് കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ടെന്നീസ്. 35 നന്ദനാർ ആരുടെ തൂലികനാമമാണ്? ആൻസർ ഓപ്ഷൻ സി PC ഗോപാലനെ. 36ാം ചോദ്യം മലയാളത്തിലെ ആദ്യ കളർ സിനിമ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കണ്ടംപച്ച കോട്ടയ. 37ാം ചോദ്യം ഓണം പരാമർശിക്കുന്ന ഒരു സംഘകാലഘട്ടത്തിലെ കൃതി ഏതാണ്? ഓപ്ഷൻ സി മധുരൈ കാഞ്ചിയാണ്. 38ാമത്തെ ചോദ്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ. ഓപ്ഷൻ ഡി CV രാമൻപിള്ള. 39 ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഏതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഓപ്പറേഷൻ അജി. 40 കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചെയർമാൻ. ഓപ്ഷൻ സി ഡോക്ടർ B ആനന്ദകൃഷ്ണൻ. 41 കമ്പ്യൂട്ടറിൽ ബൂട്ട് ആപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി. ഓപ്ഷൻ എ റീഡ് ഓൺലി മെമ്മറി ROM ആണ്. 42 ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ പേര്. ഓപ്ഷൻ സി ഇൻ്റർപ്രറ്റർ ആണ്.
43 നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൻ്റെ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 1930 ആണ്. 44 ICANN എന്താണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻ നെയിംസ് ആൻഡ് നമ്പേഴ്സ് ആണ്. 45 ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിലൊന്നായ ഒമേഗിളിൻ്റെ പ്രവർത്തനം 2023 നവംബർ 8 അടച്ചുപൂട്ടി. ഒമേഗിളിൻ്റെ സ്ഥാപകനാരാണ്? ഓപ്ഷൻ ഡി ലീഫ് കെ ബ്രൂക്സ് ആണ്. അതുപോലെ തന്നെ താഴെ പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ആർക്കാണ് ഭാരതരത്ന ലഭിച്ചത്? നമുക്കറിയാം APJ അബ്ദുൽ കലാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഒള്ളി 2 മാത്രമാണ്. 47ാമത്തെ ചോദ്യം നോക്കാം. 47ാമത്തെ ചോദ്യം ആദിത്യ L1 ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എവയാണ്? ആൻസർ ഓപ്ഷൻ സി ഒള്ളി 1 ആണ്. അപ്പോൾ നമ്മളതൊക്കെ ഡിസ്കസ് ചെയ്യാണ് സ്റ്റേറ്റ്മെൻറ്റ്. 48ാമത്തെ ചോദ്യം ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉമാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത് വരുന്നത്. 49ാം ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷൻ എ ആണ് വരുന്നത്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. 50ാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. ഇതും ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഓപ്ഷൻ സി ശരിയായിട്ടുള്ളത്. ഇനി മാത്സ് ആണ്. മാത്സിൽ കുറച്ചൊക്കെ മിസ്റ്റേക്സ് ഉള്ള PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ വരുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പ്രൊഫഷണൽ ആൻസർ കീയുടെ ആൻസർ അങ്ങ് പറഞ്ഞു പോകാമേ. 51ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ 33.345 PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ വെച്ച് വരുന്നത്. 52 ബി 1000 ആണ്. അതുപോലെ തന്നെ 53 ഓപ്ഷൻ എ 2500. 54 ഓപ്ഷൻ ഡി 10.5 ആണ് വരുന്നത്. 55 ഓപ്ഷൻ ഡി 11/20 ആണ് വരുന്നത്. അതുപോലെ തന്നെ 56 ഓപ്ഷൻ സി 24. അതുപോലെ തന്നെ 57 ഓപ്ഷൻ എ 3 മണിക്കൂർ. അതുപോലെ തന്നെ 58 ഓപ്ഷൻ എ 49. അതുപോലെ തന്നെ 59 ഓപ്ഷൻ ഡി 125. 60 ഓപ്ഷൻ ബി 0 ആണ്. 60 ഓപ്ഷൻ ബി 0 ആണ് വരുന്നത്. അതുപോലെ തന്നെ 61 ഓപ്ഷൻ ഡി ഡേവിഡ്സ് കപ്പാണ്. അതുപോലെ തന്നെ 62 ഓപ്ഷൻ എ അവസ്ഥ. അതുപോലെ തന്നെ 63 ഓപ്ഷൻ എ 60 ആൻസറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 64 ഓപ്ഷൻ സി 90. അതുപോലെ തന്നെ 65 ഓപ്ഷൻ ബി 4 കഴിഞ്ഞ് 38 2/11 മിനിറ്റ്. അതുപോലെ തന്നെ 66 ഓപ്ഷൻ ബി 2030. പക്ഷേ 2030 അല്ല, 2031 ആൻസറായിട്ട് വരുന്നത്. ചെയ്ത് നോക്കുന്നവർക്കറിയാം, ചെയ്ത് നോക്കിയിട്ടുള്ളവർക്കറിയാം 2031 ആൻസർ വരുന്നത്. ഇത് ഓപ്ഷൻ ചേഞ്ച് ചെയ്യുവേ. അതുപോലെ തന്നെ 67 ഓപ്ഷൻ സി അളിയൻ. അതുപോലെ തന്നെ 68 ഓപ്ഷൻ ബി 12.80 12.80. അതുപോലെ തന്നെ 69 ഓപ്ഷൻ എ ഇസഡും വൈയും. അതുപോലെ തന്നെ 70 ഓപ്ഷൻ സി ജെയ് ആണ്. ഇനി ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് 71ാമത്തെ ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഡിഡിൻറ്റ് ഇറ്റ് ആണ്. അതുപോലെ തന്നെ 72ാമത്തെ ചോദ്യം ഓപ്ഷൻ എ അറ്റാണ്. 73ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ വാൺസ് ആണ്. അതുപോലെ തന്നെ 74ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ മേരി ആണ്. 75ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഐ ലൈക്ക് ഹെർ ചൈൽഡ് ലൈക്ക് ഫേസ്. 75 ബി ആണ് ആൻസർ. 76ാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് ആണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. 77 ഓപ്ഷൻ സി ദ ആണ് ആൻസറായിട്ട് വരുന്നത്. 78 ആൻസർ ഓപ്ഷൻ ഡി ഓൾഡർ ആണ് ആൻസറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 79 ഓപ്ഷൻ സി ടു ഹിയറിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 80ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ജോഷുവ ടോൾഡ് മാം ദാറ്റ് ഹി ഹാഡ് ബീൻ ദെയർ ആണ് വരുന്നത്. 81ാമത്തെ ചോദ്യം ത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ടേണപ്പ് ആണ്. 82 ഓപ്ഷൻ സി ഫ്രണ്ട്ലി ആണ് വരുന്നത്. 83 റെക്ലെസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 84 കറ്റാസ്ട്രോഫിയാണ് വരുന്നത്. 84 സി കറ്റാസ്ട്രോഫിയാണ് വരുന്നത്. 85 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പാപ്പറാണ് വരുന്നത്. അതുപോലെ തന്നെ 86 ആൻസർ വരുന്നത് ഓപ്ഷൻ എ വെരി നൈസ് ആണ്. 87 ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഹാൾ വേ ആണ്. അതുപോലെ തന്നെ 88ാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ടൈഗ്രസ് ആണ്. അതുപോലെ 89ാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ബിഗിനിങ് ആണ്. അതുപോലെ തന്നെ 90ാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ സിനോപ്സിസ് ആണ്. അതുപോലെ ഇനി മലയാളമാണ്. മലയാളം 91ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ലേഖകൻ. 92ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ഗുരുക്കൾ. അതുപോലെ തന്നെ 93ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ജനകൻ. 94ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി തീക്കനൽ. അതുപോലെ തന്നെ 95ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി രാജർഷി. അതുപോലെ തന്നെ 96ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി സുധ.
97ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി N+100 ആണ്. ഓപ്ഷൻ ബി N+100. 98ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ലോകവിവരം ഇല്ലാത്തവൻ. 99ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വാരിതം. അതുപോലെ തന്നെ 100ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ശിഥിലം എന്നാണ്. ദൃഢം എന്ന് പറഞ്ഞാൽ ശിഥിലം എന്നാണ് എൻ്റെ PC പറയുന്ന ആൻസർ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആൻസർ കീ വെച്ച് PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ വരുന്നത്. ഇതിനകത്ത് മാത്സിനകത്ത് ഒരു 4-5 മാർക്കോളം മിസ്റ്റേക്കായിട്ട് വരുന്നുണ്ട്. അത് ഓപ്ഷൻസ് ചേഞ്ച് വരുന്നത് PSC പ്രൊവിഷണൽ ആൻസറിലെ ഉത്തരങ്ങൾ തെറ്റാണ്. മാത്സിൻ്റെ ഒരു 4-5 ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ GK പാർട്ടിലെ ഒരു 2-3 ക്വസ്റ്റ്യൻസും, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഡിലീഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് പ്രൊവിഷണൽ ആൻസർ കീ. കുറേ അധികം മിസ്റ്റേക്സുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ആൻസർ കീ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കുറേയൊക്കെ ചേഞ്ചസ് ഉണ്ട്. പ്രൊവിഷണൽ ആൻസർ കീയിലോട്ട് വരുമ്പോൾ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അത് ഫൈനൽ ആൻസർ കീ വരുമ്പോൾ അത് മിക്കവാറും 90% അത് ചേഞ്ച് ആയി വരുന്നുള്ളൂ ഫൈനൽ ആൻസർ കീയും. അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസറുമായിട്ട് നിങ്ങൾ ചില ക്വസ്റ്റ്യൻസ് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. PSC അറിയിക്കാവുന്നതാണ്. സൈറ്റ് വഴി അതിന് അപ്പീൽ ചെയ്യാവുന്നതാണ്. ആ ക്വസ്റ്റിന് അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ മതി. നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് കാണിച്ചാൽ മതി ചില ക്വസ്റ്റ്യൻസിൻ്റെ. അപ്പം പ്രൊവിഷണൽ ആൻസർ കീ വെച്ചൊരു 7 ക്വസ്റ്റ്യനോളം നമുക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ട്. 7 ക്വസ്റ്റ്യനോളം ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 7 ക്വസ്റ്റ്യനോളം ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. മാത്സിലും അതുപോലെ മാത്സിലാണ് ഏറ്റവും കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നു. 4-5 ക്വസ്റ്റ്യൻസോളം ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. ആ കലണ്ടറിനൊക്കെയാണ് 2031 ആൻസറായിട്ട് വരുന്നത്. PSC പറയുന്നത് 2030. അതൊക്കെ അപ്പം ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. GK പാർട്ടിൽ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ്. അപ്പം നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പം പെട്ടെന്ന് നിങ്ങളെന്ന് അറിയിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. അപ്പോൾ 7-8 ക്വസ്റ്റ്യൻ്റെ ഒരു ഡൗട്ടായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഫൈനൽ ആൻസർ കീ വരട്ടെ. അപ്പോൾ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം, കുഴപ്പമില്ല. അപ്പം ഇനിയിപ്പോൾ നമുക്ക് 3 പ്രിലിംസിലെ 3 സ്റ്റേജസ് ഉണ്ട്. 3 സ്റ്റേജസിനെയും അനലൈസ് ചെയ്ത് നമുക്കൊരു അനലൈസ് ചെയ്തതിൻ്റെ കട്ട് ഓഫിൻ്റെയൊക്കെ സാധ്യതകളൊന്നും അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഓൾ.